അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. നമുക്കിനി 78-ാമത്തെ ആയത്താണ് സൂറത്ത് ഹൂദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وجاءه قومه يهرعون إليه ومن قبل كانوا يعملون السيئات قال يا قوم هؤلاء بناتي هن أطهر لكم فاتقوا الله ولا تخزون في ضيفي أليس منكم رجل رشيد. وجاءه قومه, അദ്ദേഹത്തിൻ്റെ അടുക്കൽ എത്തി അദ്ദേഹത്തിൻ്റെ ജനത. അദ്ദേഹത്തിൻ്റെ ജനത അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നു. 77 പറഞ്ഞിട്ടില്ലേ? അപ്പോൾ 77 മുതൽ പറയാം. 77. വലമ്മ ജാഅത് റുസുലുന, നമ്മുടെ ദൂതന്മാർ വന്നപ്പോൾ, ലൂത്ത് അലൈഹിസ്സലാമയുടെ അടുത്ത്, സീഅ ബിഹിം, അവരുടെ കാര്യത്തിൽ അദ്ദേഹം ദുഃഖിതനായി. വലാഖ ബിഹിം ദർഅൻ, അദ്ദേഹം വളരെയധികം നിസ്സഹായനായി. മനസ്സിങ്ങോട്ട് ഇടുങ്ങി എന്നൊക്കെ പറയില്ലേ, മനസ്സിങ്ങോട്ട് കുടുങ്ങി, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥ. അതിനാണ് രണ്ടും കൂടി ഉപയോഗം. സീഅ ബിഹിം വലാഖ ബിഹിം ദർഅൻ. ലാഖ ബിഹിം ദർഅൻ, ദർഅ പറഞ്ഞാൽ കയ്യാണ്. കയ്യിൻ്റെ ഈ മുട്ട് മുതൽക്ക് വിരൽ വരെ അതുകൊണ്ട് ഇളക്കാൻ പറ്റാത്തൊരവസ്ഥ, കുടുങ്ങിപ്പോയി. അതാ ലാഖ പറഞ്ഞാൽ കുടുങ്ങി എന്നാണല്ലോ. ലാഖ ബിഹിം ദർഅൻ അത് ഉപയോഗിച്ച് അത് അങ്ങനെ ഒരു പ്രയോഗമാണ്. നിസ്സഹായനായി എന്നുള്ളതിനാണ് ലാഖ ബിഹിം ദർഅൻ എന്ന് പറയുക. ലാഖ ബിഹിം ദർഅൻ. സീഅ ബിഹിം എന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെ സങ്കടപ്പെട്ടു, ദുഃഖിതനായി. വലാഖ ബിഹിം ദർഅൻ, നിസ്സഹായനായി. വഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഹാദാ യൗമുൻ അസീബ്, ഹാദാ യൗമുൻ അസീബ്, ഇതൊരു വല്ലാത്ത കടുത്ത ദിനമാണ്, ദുരിത ദിനം, കടുത്ത ദിനം ആണ്. ഇവർ വന്നപ്പോഴേ എന്താ സംഭവം? ലൂത്ത് നബി അലൈഹി സ്വലാം ആദ്യം ഇബ്രാഹിം നബി മലക്കുകൾ ആദ്യം ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ അടുക്കൽ വന്നു. അവിടുന്ന് പിന്നെ പോകുന്നത് ലൂത്ത് നബി അലൈഹി സ്വലാമിൻ്റെ നാട്ടിലേക്കാണ്, ജോർദാനിലേക്കാണ്. ഈജിപ്ത് അല്ല, ഇറാഖ്, ജോർദാൻ. ഇറാഖ് അടുത്തടുത്ത പ്രദേശങ്ങളാണ്, ജോർദാനിലേക്കാണ്. അപ്പോൾ മലക്കുകൾ വന്നപ്പോൾ അവർ നല്ല സുന്ദരന്മാരായ ചെറുപ്പക്കാരുടെ മട്ടത്തിലാണ് വരുന്നത്. അതിട്ട് വരുമ്പോൾ സ്വാഭാവികമായും തൻ്റെ ജനതയെ സംബന്ധിച്ച് അറിയുന്ന ലൂത്ത് നബി അലൈഹിസ്സലാം വല്ലാതെ പ്രയാസപ്പെട്ടു എന്നാണ്. സീഅ ബിഹിം, ദുഃഖിതനായി. വലാഖ ബിഹിം ദർഅൻ, അദ്ദേഹം നിസ്സഹായനായി എന്നൊക്കെ ആ ഒരു രംഗം വർണ്ണിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ ഒരു മാനസികാവസ്ഥ. അപ്പോൾ വഖാല, എന്നിട്ട് അദ്ദേഹം പ്രതികരിച്ചു, ഹാദാ യൗമുൻ അസീബ്, ഹാദാ യൗമുൻ അസീബ്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല അത് മലക്കുകളാണ് എന്നുള്ളത്. മനുഷ്യരാണ്, വിരുന്നുകാരാണ്, കൂട്ടുകാരാണ്, അല്ലെങ്കിൽ തന്നെ കാണാൻ വന്നിട്ടുള്ള ഏതോ ഒരു സംഘമാണെന്നൊക്കെയാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയും, ഇത് ഇന്നൊരു ദുരിതം പിടിച്ച ഒരു ദുരിത ദിനം എന്ന് പറഞ്ഞാൽ എന്താ, ഏറെ ഇന്ന് വല്ലാത്തൊരു ദിവസമാണ്, അറിയില്ല, ചിലപ്പോൾ നമ്മൾ എല്ലാ നിലക്കും കൊണ്ട് കുടുങ്ങിയാൽ ആ ഒരു അവസ്ഥയിലാണ് അദ്ദേഹം പറഞ്ഞത്. ഹാദാ യൗമുൻ അസീബ്, ഇന്ന് വല്ലാത്തൊരു ദിവസമാണ് എന്ന് പറഞ്ഞു വെച്ചാൽ, ഇവർ വന്നതറിഞ്ഞാൽ നാട്ടുകാരെല്ലാവരും തങ്ങളുടെ വേണ്ടാവൃത്തിക്ക് വേണ്ടി, തങ്ങളുടെ അശ്ലീലതയ്ക്ക് വേണ്ടി എത്തും എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ വേദനപ്പെട്ടത്. വലമ്മ ജാഅത്ത് റുസ്, ഒന്നുകൂടെ അർത്ഥം പറയാം. വലമ്മ ജാഅത്ത് റുസുലുന, നമ്മുടെ ദൂതന്മാർ വന്നപ്പോൾ,
ലൂത്ത് അലൈഹിസ്സലാമയുടെ അടുത്ത്. സീഅ ബിഹിം, അദ്ദേഹം വളരെ പ്രയാസപ്പെട്ടു അല്ലെങ്കിൽ ദുഃഖിതനായി. വലാഖ ബിഹിം ദർഅൻ, അദ്ദേഹം നിസ്സഹായനായ ഒരവസ്ഥയിൽ അകപ്പെട്ടു. വഖാല, എന്നിട്ട് പറഞ്ഞു, ഹാദാ യൗമുൻ അസീബ്, ഇന്നൊരു പ്രയാസമുള്ള, ഇങ്ങനൊരു ദുരിതമുള്ള ദിനം തന്നെ ആകുന്നു. ആ മാനസികമായ സംഘർഷം എന്നോ സമ്മർദ്ദം എന്നോ മനക്ലേശം അതൊക്കെ സൂചിപ്പിച്ചു കൊണ്ടാണ് ഹാദാ യൗമുൻ അസീബ്. വജാഅഹു ഖൗമുഹു, അദ്ദേഹത്തിൻ്റെ ജനതയാവട്ടെ യുഹ്റഊന ഇലൈഹി, കുതിച്ചെത്തി. എങ്ങനെയപ്പോൾ ഈ വിരുന്നുകാർ വന്നത് ഇപ്പോൾ നാട്ടുകാർ അറിഞ്ഞത്? അത് അദ്ദേഹത്തിൻ്റെ ഭാര്യ നാട്ടുകാരെ ആൾക്കാരാണ്, അദ്ദേഹത്തിൻ്റെ ആൾക്കാരായിരുന്നു. ഭാര്യമാരിൽ നിങ്ങളുടെ ശത്രുക്കളുണ്ട് എന്ന് സൂറത്തു തഗാബുനിൽ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഇണകളിൽ ഭർത്താക്കന്മാരിൽ ഭാര്യമാരുടെ ശത്രുക്കളുണ്ടാകും ചിലപ്പോൾ. യുഹ്റഊന ഇലൈഹി പറഞ്ഞാൽ എന്താ? കുതിച്ചെത്തിയെന്ന. അപ്പോൾ ഇങ്ങനെ കുറച്ച് നല്ല കാണാൻ ചേലുള്ള ചെറുപ്പക്കാർ വന്നപ്പോൾ ഭാര്യ വീടിൻ്റെ മുകളിൽ കയറിയിട്ട് ആൾക്കാരെ കൈ കാട്ടി വിളിച്ചു അത്രേ. അങ്ങനെയാണ് അറിയുന്നത് എന്നാണ്. വമിൻ ഖബിൽ, മുമ്പ് തന്നെ അവർ, ഞാൻ വിശദീകരിക്കണില്ല, കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവണം. ലൂത്ത് നബി അലൈഹി സ്വലാമയുടെ തിന്മ. വമിൻ ഖബിലു, മുമ്പ്, കാനു യഅമലൂന സയ്യിആത്തി, ഈ ചീത്ത ചെയ്യുന്നവരാണവർ. സയ്യിആത്ത് തിന്മ, മ്ലാച്ചവൃത്തി എന്നൊക്കെയാണല്ലോ. അവർ പരസ്യമായിട്ട് തന്നെ വേണ്ടാവൃത്തി ചെയ്യുന്ന ആൾക്കാരാണെന്നാണ് സൂറത്തുൽ അൻകബൂത്തിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. പരസ്യമായിട്ട് തഅ്തൂന ഫീ നാദീകുമുൽ മുൻകർ, ജനങ്ങൾ കൂടിയെടുത്ത് വെച്ച് പോലും ഈ അശ്ലീലം ചെയ്യുന്ന എന്താ പറയുക, നികൃഷ്ട ജന്മങ്ങളായിരുന്നു അവർ. ഖാല യാ ഖൗമി, അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ഇവരെല്ലാവരും കുതിച്ചെത്തി. എന്തിനാ കുതിച്ചെത്തിയത്? ചെറുപ്പക്കാരെ അവർക്ക് കിട്ടണം. അപ്പോൾ ഖാല, അദ്ദേഹം പറഞ്ഞു, യാ ഖൗമി, എൻ്റെ ജനങ്ങളെ, ഹൗലായി ബനാത്തി, ഇതാ എൻ്റെ പെൺകുട്ടികൾ, ഹുന്ന തുഹർ ലക്കും, അതാണല്ലോ നിങ്ങൾക്ക് ഏറ്റവും വിശുദ്ധമായിട്ടുള്ളത്. പുരുഷന് തൻ്റെ ആവശ്യത്തിന് വേണ്ടി സ്ത്രീകളാണ്. അപ്പോൾ പെൺകുട്ടികളുണ്ട് പറഞ്ഞാൽ ഒന്നുകിൽ അദ്ദേഹം തൻ്റെ ജനതയിലുള്ള പെൺകുട്ടികളൊക്കെ കല്യാണം കഴിക്കാം, അതല്ലേ ഏറ്റവും ഉത്തമം എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ സ്വന്തം പെൺകുട്ടികൾ പറഞ്ഞാൽ നാട്ടുകാർക്കൊക്കെ പാടെ കെട്ടിച്ചു കൊടുക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ മൊത്തത്തിൽ ഹൗലായി ബനാത്തി എന്നാൽ ഇതൊക്കെ എൻ്റെ കുട്ടികളാണ്, പെൺകുട്ടികൾ. അപ്പോൾ അവരെ, പെൺകുട്ടികൾ പറഞ്ഞാൽ യുവതികൾക്ക്, നമ്മൾ പ്രായമുള്ള ആൾക്കാർ യുവതികൾക്കൊക്കെ കുട്ടികൾ അറിയല്ലോ. അപ്പോൾ ആ അർത്ഥത്തിൽ നിങ്ങൾക്ക് നമ്മുടെ കൂട്ടത്തിലുള്ള പെൺമക്കളുണ്ട്, അവരെ കല്യാണം കഴിച്ചാൽ അത്വഹറു, അതാണ് വിശുദ്ധമായത്. എന്ന് വെച്ചാൽ അതാണ് ഏറ്റവും വിശുദ്ധമായ ബന്ധം. ആണ് പെണ്ണിനെ കല്യാണം കഴിച്ചുകൊണ്ട് തങ്ങളുടെ ആസക്തി ശമിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉത്തമമായത് എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അല്ലാതെ പെൺകുട്ടികളുണ്ട് ഓലങ്ങൾ കൊണ്ടേക്കോളി എന്നല്ല. അത് അവരെ വിവാഹം ചെയ്തുകൊണ്ട് നിങ്ങൾ മാന്യമായ വിധത്തിൽ നിങ്ങളുടെ ഇച്ഛകളെ ശമിപ്പിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഖാല യാ ഖൗമി ഹൗലാഇ ബനാത്തി, ഇതാ എൻ്റെ പെൺകുട്ടികൾ, ഹുന്ന, അവർ, അത്വഹറു ലക്കും, നിങ്ങൾക്ക് ഏറ്റവും വിശുദ്ധകളാകുന്നു. ഫത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ പേടിക്കണം. വലാ തുഖ്സൂനി, എന്നെ നിങ്ങൾ മാനം കെടുത്തരുത്. ഫീ ലൈഫി, എൻ്റെ വിരുന്നുകാരുടെ കാര്യത്തിൽ. എൻ്റെ അതിഥികളാണ് ഈ വന്നിരിക്കുന്നത്, ഇവരുടെ കാര്യത്തിൽ നിങ്ങൾ, ഒരു മനുഷ്യൻ്റെ നിസ്സഹായാവസ്ഥ അദ്ദേഹം അവരോട് പറയാണ്. നിങ്ങളിതിനെ വഷളാക്കല്ലേ, അത് അള്ളാഹിനെ സൂക്ഷിക്കുകയും നിന്നെ മാനം കെടുത്തല്ലേ എൻ്റെ വിരുന്നുകാരുടെ കാര്യത്തിൽ. ലൈഫ് പറഞ്ഞ അതിഥിയാണ്, വിരുന്നുകാരാണ്. അലൈസ മിൻകും, നിങ്ങളിലില്ലയോ, റജുലും മിൻ റഷീദ്, ഒരു റഷീദായ, ഒരു വിവേകമുള്ള, ഒരു പക്വതയുള്ള, കാര്യബോധമുള്ള, ഒക്കെയാണ് റഷീദ്. ഇതെല്ലാം കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ്. ഒരാളെങ്കിലും നിങ്ങളെ തടയാൻ, ഒരു വീട്ടിലേക്ക് വിരുന്നുകാർ വന്നിട്ട് ആ വീട്ടുകാരെ മാനം കെടുത്താതിരിക്കാൻ, അത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ നിങ്ങളെ തടയാൻ നിങ്ങളെ കൂട്ടത്തിൽ ഒരാളും ഇല്ലേ? അദ്ദേഹത്തിൻ്റെ നിസ്സഹായമായ അവസ്ഥയിൽ നിന്നുള്ള ചോദ്യമാണ്. അലൈസ മിൻകും റജുലുർ റഷീദ്, വിവേകമുള്ള അല്ലെങ്കിൽ മാന്യതയുള്ള ഒരാളും നിങ്ങളുടെ, റുഷ്ദ് പറഞ്ഞാൽ വിവേകം എന്നാണ്, നിങ്ങളെ കൂട്ടത്തിൽ വിവേകമുള്ള ഒരാളും ഇല്ലേ? കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ഒരായിട്ട് കൂടി അർത്ഥം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള തിന്മ, ഈ തിന്മ യഥാർത്ഥത്തിൽ പണ്ടൊക്കെ 1970 വരെ ഇത് ലോകം മുഴുവനും ഒരു സാമൂഹ്യ വിരുദ്ധ തിന്മയായിട്ട് അംഗീകരിച്ചിരുന്നതാണ്. പക്ഷെ 1973 അമേരിക്കൻ മനഃശാസ്ത്രജ്ഞന്മാരുടെ സംഘടന അവർ പറഞ്ഞു, ഇതിനെ നമ്മൾ മനോരോഗത്തിൻ്റെ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കാം.
അമേരിക്ക ഒഴിവാക്കിയാൽ പിന്നെ ലോകം മുഴുവനും അതാണല്ലോ അംഗീകരിക്കുക. അമേരിക്കയാണല്ലോ ഇപ്പോൾ ലോക പോലീസും ലോക പടച്ചവനും. അമേരിക്ക എന്താ ചെയ്തത് വെച്ചാൽ അതാണല്ലോ ബാക്കിയുള്ളവർ ചെയ്യേണ്ടത് എന്നാണല്ലോ വിഡ്ഢികളുടെ മുഴുവനും വിചാരം. 1973 അവിടെയുള്ള മനഃശാസ്ത്രജ്ഞന്മാർ, അമേരിക്കൻ മനഃശാസ്ത്രജ്ഞർ, മനോരോഗ വിദഗ്ധർ, സൈക്യാട്രിസ്റ്റുകൾ, അവർ പറഞ്ഞു ഈ പുരുഷനോട് തോന്നുന്ന താല്പര്യം അതൊരു മനോരോഗമല്ല. മനോരോഗങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് നമുക്കതുകൊണ്ട് ഒഴിവാക്കാം. അതൊരു സ്വാഭാവികമായ പ്രക്രിയയായിട്ട് പോയിക്കോട്ടെ. അതോടുകൂടി എന്തായി? അതാണ് പ്രചരിച്ചപ്പോൾ പിന്നെ ഇന്ത്യ രാജ്യമടക്കം അതിന് നിയമസാധുത നൽകി. പുരുഷന് പുരുഷൻ, സ്ത്രീക്ക് സ്ത്രീ, അങ്ങനെ മതിയെന്ന്. അതിനുള്ള സ്വാതന്ത്ര്യവും അതിനുള്ള അധികാരവും ഞങ്ങൾക്കുണ്ടെന്ന് മനസ്സിലാക്കിയ ഓലെന്താണ്? ഓല് പടച്ചോനാവുകയാണ്. പടച്ചോൻ പറഞ്ഞതിനുള്ള സ്വാതന്ത്ര്യം ഇല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് അള്ളാഹ് പറഞ്ഞതിന് എതിര് പറയുക, പിന്നെ അള്ളാഹിനേക്കാളും വലിയ അധികാരം വേണ്ടേ? അള്ളാഹിനേക്കാളും വലിയ ഹാക്കിമുകളാകണ്ടേ അവർ? അതുകൊണ്ടാണ് അത് അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല. നമ്മൾ അള്ളാഹ് പറഞ്ഞ നിയമങ്ങൾക്കെതിരെ നിയമനിർമ്മാണം നടത്താൻ ലോകത്ത് ഒരു വ്യവസ്ഥക്കും ഒരു സർക്കാരിനും അവകാശമല്ല, അധികാരമല്ല. അങ്ങനെ രണ്ട് നമ്മൾ വിശ്വസിച്ചാൽ എന്താവും? അള്ളാഹിനേക്കാളും വലിയ അള്ളാഹാണ് വലിയ നമ്മൾ അംഗീകരിക്കേണ്ടി വരും. അള്ളാഹുവിൻ്റെ പരമാധികാരത്തെ നമ്മൾ നിഷേധിക്കണം. അത് നമ്മൾ ഗൗരവപൂർവ്വം ഉൾക്കും. ഇപ്പോൾ ലോകം മുഴുവനും ഈ തിന്മ അംഗീകരിച്ച മതി. എന്നാലും ലോകത്ത് 99% ഇതിനോട് വിരുദ്ധരാണ്. ഈ 1% മതിയല്ലോ മനുഷ്യന്മാരെ പറയും. പിന്നെ 5 നാനാഴി വേണ്ടല്ലോ. ഇങ്ങനെ ലോകത്തിന് 99% ഇത് പ്രകൃതി വിരുദ്ധമാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇതൊരു മനോരോഗം എന്ന് പറഞ്ഞാൽ ക്ലെപ്റ്റോമാനിയ എന്നുള്ള മനോരോഗമുണ്ട്. ക്ലെപ്റ്റോമാനിയ എന്താ അതിൻ്റെ സ്വഭാവം? അതൊരു മോഷണ പ്രവണത കുട്ടികളിലുണ്ടാവും. പുരുഷന്മാരിലും ആവശ്യമില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്നൊരു വീട്ടിൽ കയറി ചെന്നാൽ അവിടുന്ന് ഒരു പെന്നെടുക്കുക, ചെറിയ ചെറിയ സാധനങ്ങൾ ആവശ്യമുണ്ടായിട്ടല്ല ഒരു കുട്ടിക്ക്, നല്ല സമ്പന്നരായ കുട്ടികൾക്ക് വരെ അവിടുന്ന് ഒരു വാച്ച് എടുക്കുക, അല്ലെങ്കിൽ സ്കൂൾ കുട്ടികളെ ബാഗിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിലേറെ ഉണ്ടാവും. ഇങ്ങനെ അതൊരു രോഗമാണ്. അതിനെന്താ ചെയ്യുക? അതിന് ചികിത്സിക്കണം, കൗൺസിലിങ് കൊടുക്കണം, ആവശ്യമായ മനഃശാസ്ത്ര തലത്തിൽ അല്ലാതെ അത് അവൻ്റെ പ്രകൃതിയാണ്, അതിലങ്ങനെ മുന്നോട്ട് പോയിക്കോട്ടെ വെച്ചാൽ എന്താ സംഭവിക്കുക? എന്ന മാതിരിയാണിത്. ഇതൊരു മാനസികമായ വൈകല്യമാണ്. ഇത് ചികിത്സിച്ച് മാറ്റേണ്ടതാണ്. പക്ഷേ അത് മാറ്റേണ്ടതല്ല. അതങ്ങനെ മുന്നോട്ട് പോയിക്കോട്ടെ എന്ന് അമേരിക്കക്കാർ പറഞ്ഞപ്പോൾ പിന്നെ എന്തായി? മുമ്പേ ഗമിച്ചീടിന ഗോവു തൻ്റെ പിമ്പേഗമിക്കും ബഹു ഗോക്കളെല്ലാം എന്നൊരു കവിതയുണ്ട്. എന്ന മാതിരിയായി. അത് ശരിയാണെന്ന് അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ നല്ലോണം ഉൾക്കൊള്ളണം. മനോരോഗമാണെന്നുള്ളത്. കടുത്ത ശിക്ഷ ഗവൺമെൻറ് അതാത് കാലത്തെ ഇസ്ലാമിക നിയമമൊക്കെ ആണെങ്കിൽ അതാത് കാലത്തെ ഗവൺമെൻറ്റാണ് അതിന് ശിക്ഷ നടപ്പാക്കുക. ഒന്നുകൂടെ അർത്ഥം, ഈ 2001 അർത്ഥം പറഞ്ഞാൽ അവസാനിപ്പിക്കുക. വലമ്മ ജാഅത് റുസുലുന, നമ്മുടെ ദൂതന്മാർ, ആരായി ദൂതന്മാർ? മലക്കുകൾ വന്നപ്പോൾ, ലൂത്ത് അലൈഹിസ്സലാമയുടെ അടുക്കൽ വന്നപ്പോൾ, സീഅ ബിഹിം അദ്ദേഹം വളരെ ദുഃഖിതനായി, വലാഖ ബിഹിം ദർഅൻ അദ്ദേഹം നിസ്സഹായനായി, വഖാല എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഹാദാ യൗമുൻ അസീബ് ഇത് വളരെ പ്രയാസകരമായ ദുരിതം ഉള്ള ഒരു ദിവസമാകുന്നു. വജാഅഹു ഖൗമുഹു യുഹ്റഊന ഇലൈഹി അദ്ദേഹത്തിൻ്റെ ജനം അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് കുതിച്ചെത്തി. വമിൻ ഖബ്ലു മുമ്പ് തന്നെയും കാനു യഅമലൂന സയ്യിആത്തി അവർ ഈ അശ്ലീലം ചെയ്യുന്നവരായിരുന്നു. ഖാല അദ്ദേഹം പറഞ്ഞു, യാ ഖൗമി എൻ്റെ ജനങ്ങളെ, ഹൗലാഇ ബനാത്തി ഇതാ എൻ്റെ പെൺമക്കൾ, ഹുന്ന തുഹറു ലക്കും അവരാകുന്നു നിങ്ങൾക്ക് ഏറ്റവും വിശുദ്ധരായിട്ടുള്ളത്. ഫത്തഖുല്ലാഹ് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, അള്ളാഹുവിനെ ഭയപ്പെടണം. വലാ തുഖ്സൂനി നിങ്ങൾ എന്നെ മാനം കെടുക്കരുത്, വഷളാക്കരുത്, ഫീ ലൈഫി എൻ്റെ വിരുന്നുകാരുടെ കാര്യത്തിൽ. അലൈസ മിൻകും റജുലുർ റഷീദ് നിങ്ങളിൽ വിവേകമുള്ള, പക്വതയുള്ള, കാര്യബോധമുള്ള ആരുമില്ലയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല വേണ്ടാവൃത്തികളിൽ നിന്നും എല്ലാത്തരം തിന്മകളിൽ നിന്നുമൊക്കെ നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈ സമൂഹത്തിന് നാഥ നീ ദിശാബോധം നൽകുമാറാകണേ. ഈ അശ്ലീലതകളിൽ നിന്ന്, വൃത്തികേടുകളിൽ നിന്നെല്ലാം ഈ സമൂഹത്തെ മൊത്തത്തിൽ നീ ശുദ്ധീകരിക്കുമാറാകണം രക്ഷിതാക്കൾ.
റബ്ബന ഹബ് ലനാ മിൻ ലദൻക റഹ്മതൻ വഹയ്യി് ലനാ മിൻ അംരിനാ റഷദാ റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.